അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q&A വീഡിയോ ആണേ. അപ്പോൾ കുറേ പേരായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും ചേച്ചി Q&A വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് Q&A വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിന് മുമ്പ് 1-2 Q&A വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ റിക്വസ്റ്റ് തന്നുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഇന്ന് Q&A വീഡിയോ ചെയ്യാം. എനിക്ക് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യന് ഞാൻ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുപോലെ നമ്മൾ 2025 ഒരു Q&A ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ നിർത്തി പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ 1000 ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം 1000 ക്വസ്റ്റ്യനും നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന 1000 പോസ്റ്റിനടിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനും പോസ്റ്റിനടിയിൽ അല്ലാതെ കമൻസിലൊക്കെ ആയിട്ടും വന്നിട്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ആൻസറും കൂടെയാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. എനിക്ക് നല്ല പണി, അതുപോലെ തൊണ്ടവേദനയും സംസാരിക്കാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയതാണ് നമ്മുടെ Q&A ഇത്രയും ഡിലേ ആയിപ്പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് എല്ലാവരുടെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിനകത്തൊരു ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫെബ്രുവരി ലാസ്റ്റാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും മറക്കാതെ പോയി കാണണം. അപ്പോൾ ഞാനൊരു കാർട്ടിൽ വല്ലതും കൊടുത്തേക്കാം. എനിക്ക് പണിയുടെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ടായിട്ട് പോകുന്നത്. അപ്പം എനിക്കിങ്ങനെ മൂക്കിലെ ശ്വാസമൊക്കെ മുട്ടുന്ന മാതിരിയൊക്കെ ഉണ്ട്. അതുപോലെ സംസാരിക്കാൻ തൊണ്ടവേദനയൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എടുത്തില്ലെങ്കിൽ ഞാൻ ഇത് എടുക്കാനായിട്ട് എന്തായാലും 2-3 മാസമെങ്കിലും പിടിക്കും. അതുകൊണ്ടാണ് എന്തായാലും നമുക്കിപ്പോൾ തന്നെ Q&A വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ Q&A വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ അമ്മയുടെ ഫോണിനകത്താണ് എടുക്കുന്നത്. കാരണം എന്തായാലും ഇനിയൊന്നും നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പേരൊക്കെ വേറെയൊക്കെ ആയിട്ട് ചില സമയത്ത് പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൽ തന്നെ നോക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഫോൺ ലാപ്പും ഓണാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിനകത്ത് എടുത്തത്. അപ്പോഴത്തേക്ക് ഇതായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനും അതുപോലെ നമ്മളിത് കുറച്ച് ലോങ്ങായിട്ടാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഇട്ട ആ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. ഞാൻ 2 മാസമായിട്ടുണ്ട് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ട്. വീണ്ടും ഒരു Q&A വീഡിയോ ആയാലോ 2025 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നതായിട്ടായിരുന്നു ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനടിയിൽ 40 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. 40 കമൻറ്റ്സിനകത്ത് 20 കമൻറ്റ്സ് ആയിരിക്കും വന്നിട്ടുള്ളത്. 20 ഞാൻ റിപ്ലൈ കൊടുത്തതാണ്. ആദ്യത്തെ തന്നെ ക്വസ്റ്റ്യൻ ഒരുപാട് പേർക്ക് ഇപ്പോഴും എൻ്റെ പേര് അറിയത്തില്ല. അപ്പം എൻ്റെ പേര് പ്രവീണ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഞ്ജൂസ് എന്ന് പറയുന്ന ഒരു ഐ ഡിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2025 പ്ലാൻ ബിഗ് ഡ്രീം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2025 പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എൻ്റെ 2024 കുറേ പ്ലാൻ 2024 ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെ എല്ലാ പ്ലാനും അത്ര ഫ്ലോപ്പ് ആവുകയും അതുപോലെ തന്നെ ഒന്നും നടന്നിട്ടില്ല. അത് കാരണം ഞാൻ പ്രത്യേകിച്ച് 2025 ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് 2025 ഏറ്റവും വലിയൊരു പ്ലാൻ എന്ന് പറയുന്നത് തന്നെ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബിഗ് ഡ്രീം എന്താണെന്നാണ്. 2025 ബിഗ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ടീച്ചിങ്ങിന് പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പം അതാണ് 2025 എൻ്റെ ഏറ്റവും വലിയൊരു ബിഗ് ഡ്രീം. ഈ ഒരു 2025 1 ലാക്ക് അടിക്കണം എന്ന് ചെറിയൊരാഗ്രഹമല്ലേ, ആഗ്രഹിക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. 2025 നമ്മൾ 1 ലാക്ക് ആവണം എന്നാണ് എൻ്റെ ചെറിയൊരാഗ്രഹം, ചെറിയൊരു ബിഗ് ഡ്രീം. അത്രേ ഉള്ളൂ. 2025 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ളൊരു ചെറിയൊരു ആഗ്രഹം. ആവത്തില്ലായിരിക്കാം, ചിലപ്പോൾ ആകുമായിരിക്കും. നമ്മുടെ ഹാർഡ് വർക്കൊക്കെ കാര്യങ്ങളെല്ലാം പോയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആകും, ചിലപ്പോൾ ആകത്തില്ല. അതിലെങ്കിലും വിഷമമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ നമ്മൾ 33K ആയിട്ടുണ്ട്. അത് തന്നെ ആകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നെഗറ്റീവും വരുന്നുണ്ട്. ഈ നെഗറ്റീവ് ഉള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പോസിറ്റീവ് ആയത്. അപ്പോൾ അവരോടും നന്ദിയുണ്ട്. അപ്പോൾ എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ അടുത്തും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 2025 ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് എൻ്റെ 2025 ഏറ്റവും വലിയൊരു പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെസ്രീൻ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാട് ഏതാണെന്ന്. എൻ്റെ നാടെന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ ആലപ്പുഴയിൽ ചെങ്ങന്നൂരിലാണ്. ചെങ്ങന്നൂരിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിശ്ശേരിയിലാണ്. ക്വസ്റ്റ്യൻ പൊന്നൂസ് എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ നെയിം എന്ന് പറയുന്നത് പ്രവീണ എന്നാണ്. പ്രവീണ എം എന്നാണ് എൻ്റെ ഫുൾ നെയിം. പ്ലേസ് ആലപ്പുഴ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ പെരിശ്ശേരിയിലാണ്. എന്താ പഠിക്കുന്നത്? ഇപ്പം ഞാനൊന്നും പഠിക്കുന്നില്ല. PSCയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചില ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പോകുന്നില്ല. വീട്ടിലാരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടേ. വീട്ടിലാരൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പം എൻ്റെ ഒരു കൂട്ടുകുടുംബമാണ്. അപ്പം വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ,
അച്ചമ്മ, ഞങ്ങൾ 5 പേരുണ്ട്. അതുപോലെ വലിയച്ഛൻ, വലിയമ്മ, ചേട്ടന്മാർ, ചേട്ടത്തി അമ്മ, മൂത്തേണ്ട കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടത്തി അമ്മയുണ്ട്. അപ്പോൾ വലിയച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം, ഇപ്പോൾ ഒരു 6 വർഷത്തോളമായിട്ടുണ്ട് വലിയച്ഛൻ മരിച്ചു പോയിട്ട്. നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബമാണ്. ഞാൻ ചോദിച്ചിട്ടുള്ളത് എൻ്റെ ഫുഡ് എന്തുവാന്നാണ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഭയങ്കരമായിട്ട് വിഷമം പിടിച്ചൊക്കെ ഞാൻ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒരു പ്ലേറ്റ് ബിരിയാണി ഒക്കെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. മറ്റേ ഏതോ ഒരു സിനിമയുടെ പാട്ട് കണക്ക, ഫുഡ് മതിയേ സന്തോഷിക്കാൻ ഫുഡ് മതിയേ. അതുപോലെയാണ് ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്ലേറ്റ് ബിരിയാണി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പകുതി വിഷമം മാറും. അപ്പം അങ്ങനെയാണ് എനിക്ക് ബിരിയാണി ഞാൻ തമ്മിലുള്ള ആ ഒരു ഇത്. പിന്നെ ഫേവറേറ്റ് പ്ലേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആലപ്പുഴയാണ്. ആലപ്പുഴ ബീച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം. ആലപ്പുഴ ബീച്ചാണ്. എനിക്ക് ആലപ്പുഴ ബീച്ചിൽ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ 1-2 വട്ടം പോയിട്ടുള്ളൂ. എനിക്ക് ആലപ്പുഴ ബീച്ചിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആലപ്പുഴയിലാണ് എൻ്റെ വീടെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ എപ്പോഴും ബീച്ചിലൊന്നും പോകത്തില്ല. ഇത്രയും നാളായിട്ട് 1-2 വട്ടം എന്തോ ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ആലപ്പുഴ ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനെ വെറുതെ പോയി കടലിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. നമ്മൾ തന്നെ ഒന്ന് റീസ്റ്റാർട്ട് ആകുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആലപ്പുഴ ബീച്ചിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബിന്ദുരാജ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഇയർ ഏതാണ് ചേച്ചിയുടെ? വൈ? ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വർഷം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല വർഷം അതുപോലെ ഏറ്റവും പന്ന വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 2024 2024 ഏറ്റവും നല്ലതായിട്ട് തോന്നാൻ കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ഒരുപാട് വർഷമായിട്ട് യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. പല ചാനലുണ്ടായിരുന്നു. ഇത് പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലായിരുന്നു നമുക്ക് സക്സസ് ആയിട്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2024 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വർഷമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണമാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ദേവനന്ദ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ്. ചേച്ചി സിംഗിളാണോ? ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ളതാണ്, ചേച്ചി സിംഗിളാണോ എന്ന്. അതെ, സിംഗിളാണ്. പിന്നെ പൊന്നൂസ് എന്ന് പറയുന്നൊരു ചാനലിനകത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ, ഈ 2024 നല്ലതും ചീത്ത ആയിട്ട് തോന്നിയ കാര്യങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൂമെൻറ്റ്. നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആയി. അത് തന്നെയാണ് എനിക്ക് 2024 ഏറ്റവും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ചാനൽ സക്സസ് ആയി. നമ്മുടെ ചാനലിനകത്ത് സക്സസ് ആയി എന്നല്ല, നമ്മുടെ ചാനൽ ഇത്രയും നാൾ ഞാൻ കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനലൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം ഒരു 1K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആയ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ചാനലാണ്. എനിക്ക് അതുകൊണ്ട് 2024 ഏറ്റവും നല്ലതായിട്ട് നടന്ന കാര്യം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ചീത്തയായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 എനിക്ക് കിട്ടിയ എല്ലാ സന്തോഷങ്ങളും 2024 തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. പല ആൾക്കാരുടെ യഥാർത്ഥ മുഖം എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു 2024. കുറേ ആൾക്കാരുടെ മുഖം നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്ന പല ആൾക്കാരുടെ മുഖം നമ്മുടെ ബാക്കിലേക്ക് തിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് 2024 മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രശ്നം നമുക്ക് വരുമ്പോഴത്തേക്കും ആരും നമ്മുടെ കൂടെ കാണും, ആരും നമ്മുടെ കൂടെ കാണത്തില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാലും നമ്മളെ ഏത് രീതിയിൽ മറ്റുള്ള ആൾക്കാർ പറയും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് എന്ത് പറയും, അങ്ങനെ ഒരു സാധനം എനിക്ക് മനസ്സിലാക്കി തന്നത് 2024. എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം നമ്മൾ പിടിച്ചു വരച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഇതെനിക്ക് മനസ്സിലായത് അന്നാണ്. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുന്ന അളവിൽ ആ ഒരു വ്യക്തി നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് എനിക്ക് 2024 മനസ്സിലായത്. അതൊരിക്കലും പ്രേമമോ അങ്ങനത്തെ റിലേഷനോ ഒന്നുമല്ല. അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല. പ്രേമമോ റിലേഷനോ അങ്ങനെയൊന്നുമല്ലടാ. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ ഒരാളെ നമ്മൾ അതുപോലെ സ്നേഹിക്കും, ആ ഒരു വ്യക്തി നമ്മൾ ആ തിരിച്ച് അതുപോലെ സ്നേഹിക്കുകയും കാണുകയും ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല.
അപ്പോൾ ആ ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി തന്ന വർഷമാണ് 2024 എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എടുത്തു കളയുന്ന പ്രേമം, റിലേഷൻ അങ്ങനത്തെ സാധനമേ അല്ല. ഞാൻ ആ ഒരു സംഭവം എടുത്തു കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ആ ഒരു സംഭവം. നമ്മൾ സ്നേഹിക്കുന്ന പോലെ ആരും നമ്മളെ തിരിച്ച് സ്നേഹിക്കത്തില്ല. ആ ഒരു സാധനം എനിക്ക് മനസ്സിലാക്കി തന്നൊരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിട്ട് കൂടെ നിന്ന പല വ്യക്തികളും നമ്മളെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഈ ഒരു 2024 ഉണ്ടായിട്ടുണ്ടായിരുന്നു. തള്ളി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, പ്രേമം റിലേഷൻ അങ്ങനെയൊന്നുമല്ല. ഇനി ചില ആൾക്കാർ വന്നിട്ട് അങ്ങനെയാണ് എന്ന് പറയും. അങ്ങനെയല്ല, പ്രേമം റിലേഷൻ അങ്ങനെയൊന്നുമല്ല. എൻ്റെ കൂടെ എൻ്റെ ചങ്കായിട്ട് നടന്ന പല ആൾക്കാർ നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളൊരു വർഷമായിരുന്നു ഇത്. എന്നെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ഇൻഡയറക്റ്റായിട്ട് അറിഞ്ഞു, എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ അതും എനിക്ക് ഈ ഒരു വർഷം പല സൗഹൃദങ്ങളും തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുള്ളൊരു വർഷമായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആരും എന്നുള്ളൊരു സാധനം എനിക്ക് മനസ്സിലാക്കി തന്നൊരു വർഷമാണിത്. ഒരു രീതി നോക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ്. കാരണം നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് അത് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ടും വേണമെങ്കിൽ. പല ആൾക്കാരുടെയും റിയൽ ഫേസ് എന്താണെന്ന് എനിക്ക് ഈ 2024 കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ കാണാൻ പറ്റിയത് ഭയങ്കര നല്ലതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കാണാൻ പറ്റിയല്ലോ, അവരങ്ങനെ ആയല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൊരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ശ്വാസം ഇപ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത്. അത് കാരണം ആർട്ട് പാലറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗിവ്വേയുടെ കാര്യം, ഗിവ്വേയുടെ വീഡിയോ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് 2 മാസമായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും. ഗിവ്വേയുടെ വീഡിയോ ഞാനിപ്പോൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെല്ലാം ഉണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണേ. അപ്പോൾ ആ ഒരു ഗിവ്വേ നമ്മൾ ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആയിരിക്കും അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്, ആയിരിക്കും ഗിവ്വേ വിന്നറിനെ. പിന്നെ വന്നിട്ടുള്ളത് നിരഞ്ജന രാജേഷ് എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ചേച്ചിയോട് ഒന്നും ചോദിക്കാനില്ല കേട്ടോ, എൻ്റെ പേര് ഒന്ന് വീഡിയോയിൽ പറഞ്ഞാൽ മതി. നിരഞ്ജന രജനീഷ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെയിം അനുഗ്രഹ ബിജു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം പേര് അറിയാൻ പറഞ്ഞാൽ നമുക്ക് ഹായ്. ലുക്കാമ്പെട്ടി എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീട്ടിൽ സപ്പോർട്ടാണോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? നെഗറ്റീവായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ സപ്പോർട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയുന്ന സാധനം ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. കുറച്ച് നേരമെങ്കിലും അവർക്ക് സമാധാനം കിട്ടുമല്ലോടെ. അപ്പം ആരും എന്നെ അങ്ങനെ ഇങ്ങനെ വീഡിയോ ചെയ്യരുത്, അല്ല വീഡിയോ എടുക്കരുത്, അങ്ങനെ ഇടരുത്, അങ്ങനെ പറയരുത്, അങ്ങനൊന്നും പറയാറില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, ചെയ്തോട്ടെ, കുറച്ച് നേരമെങ്കിലും അടങ്ങി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ, ചെയ്തോട്ടെ, വീഡിയോ ചെയ്തോട്ടെ. അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ വീട്ടിലാരും അങ്ങനെ മോശമായിട്ട് പറയുമോ നെഗറ്റീവായിട്ട് പറയുമോ വീഡിയോ ചെയ്യരുത് അങ്ങനെ പറയുമോ അങ്ങനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വീഡിയോയിലൊന്നും ആരും അങ്ങനെ വരത്തില്ല, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര സപ്പോർട്ടറാണ്. എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഇതിന് മുമ്പുള്ള ചാനലിലൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് സാധാരണ ഒരു ഫോണിനകത്തിലായിരുന്നേ. സാധാരണ ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കോയുടെയും അതുപോലെ റെഡ്മിയുടെയൊക്കെ ഫോണായിരുന്നു. അതിനകത്ത് വലിയ ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല, ക്ലാരിറ്റിയേ ഇല്ലാത്തൊരു ഫോണായിരുന്നു. അപ്പം എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. സംസാരിക്കാൻ പറ്റുന്നില്ല പനിയുടെ ഇതുകൊണ്ട്. അപ്പം എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ്. ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു ഫോൺ വേണം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു ഫോൺ വേണം, ഇതിന് തീരെ ക്ലാരിറ്റി ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിൽ അച്ഛൻ പറഞ്ഞു ആ എടുത്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ചേട്ടനെ ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ഫോൺ വേണം, സംസാരിച്ചതെല്ലാം അവൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് നല്ലൊരു ക്ലാരിറ്റിയുള്ളൊരു ഫോൺ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കിങ്ങനെ ക്ലാരിറ്റി ഇല്ല, എനിക്ക് വീഡിയോ എടുക്കാൻ. ഇവരെല്ലാവരും ഇങ്ങനെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഈ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഫോണാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്താണ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ വീഡിയോ എടുക്കാൻ ഒരു ഫോൺ വേണം, ക്ലാരിറ്റി ഇല്ല, ഇതിന് ക്ലാരിറ്റി ഇല്ല, ഇതിനകത്ത് എടുത്തിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടൊരു 9 ദിവസം എന്തോ ആയിട്ടുള്ളായിരുന്നു. അതിനിപ്പുറമാണ് എനിക്ക് നമ്മുടെ കയ്യിൽ എനിക്ക് വീഡിയോ എടുക്കുന്ന ഇങ്ങനെ ഫോണിൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പം
അപ്പോൾ എനിക്ക് മനസ്സിലാകും വീട്ടിലെന്ത് സപ്പോർട്ടാണ് എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ കൂടെ വീട്ടിൽ നിൽക്കും. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. അപ്പം എന്താ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു 9 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഫോണൊക്കെ കിട്ടി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിറ്റിൽ റൂബി പറഞ്ഞിട്ട് പേരൊക്കെ ഫസ്റ്റ് വ്ളോഗും കാര്യങ്ങളൊക്കെ അതിന് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫോണൊക്കെ കൈ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ കേസ് പറഞ്ഞപ്പോഴേ മനസ്സിലായിട്ടാണല്ലോ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. ആർക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊരു പ്രശ്നമില്ല, വീഡിയോ ചെയ്യുന്നുണ്ടും ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ വരത്തില്ല. അപ്പോൾ അവർക്ക് താല്പര്യമില്ല, അങ്ങനെ വീഡിയോയിലൊന്നും വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. ആ ഒരു സാധനം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നാട്ടിലൊക്കെ ചില ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ട്, നല്ല ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീട്ടിലങ്ങനെ ആരും ഇതുവരെ മോശമായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യരുതല്ല, നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങളെപ്പോഴും മോടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എൻ്റെ ചില ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എല്ലാവരും നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ശരി ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ ആരും ഇങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് മാജിക്കൽ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് മുടി വളരാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന്. ഇത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എൻ്റെ ഹെയറിൽ മുടി വളരാനായിട്ട് ഒന്നുമേ ഞാൻ ചെയ്തിട്ടില്ല. ചെറുപ്പം തൊട്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഞാൻ മുടി വളരാൻ വേണ്ടിയിട്ടൊന്നും ഇതുവരെ ഒന്നുമേ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പരത്തിത്താളി യൂസ് ചെയ്യാറുണ്ട്. അത് ഒരുപാട് ധാരണയാകുന്ന സമയത്ത് ചെമ്പരത്തിത്താളി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മുടി ഒരുപാട് ഡ്രൈ ഒക്കെ ആകിയിരിക്കുന്നതൊക്കെ സമയത്ത് വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ആ ഹെയർ ഓയിലിൻ്റെ വീഡിയോ വേണമെന്ന് കുറേ അധികം പേര് കൊണ്ടുണ്ടായത്. അപ്പോൾ അത് ഞാൻ അധികം വൈകാതെ ആ ഒരു വീഡിയോ ഹെയർ ഓയിലിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടുന്നതായിരിക്കും. ഞാനങ്ങനെ ഇതുവരെ ഒന്നും ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് ഓർമ്മയായ ടൈം തൊട്ടേ എനിക്ക് നല്ല മുടിയാണ്. നല്ല മുടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉള്ളും അതുപോലെ നല്ല ലെങ്ത്തുള്ള മുടിയാണ് എനിക്ക്. അത് കാരണം പ്രത്യേകിച്ച് മുടി വളരാനായിട്ട് നമ്മളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുടി കട്ട് ചെയ്ത് വെക്കും, കട്ട് ചെയ്ത് കളയാറുണ്ട്. അല്ലാതെ വേറൊന്നും അങ്ങനെ മുടി വളരണം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് നമ്മളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് മുടി വളരാൻ വേണ്ടിയിട്ട് തേക്കുന്ന പായ്ക്ക് കാര്യങ്ങൾ അങ്ങനൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വെറുതെ പറയുന്നതല്ലേ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല എന്നുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതിനകത്തല്ല വേറെ കമൻറ്റ്സ് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും മുടി വളരാനായിട്ട് ഇതുവരെ സത്യമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതെൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാരുടെ അടുത്ത് അറിയാം. ഞാനങ്ങനെ ഒരു ഹെയർ പായ്ക്കോ ഒരു സാധനവും അങ്ങനെ ഹെയറിൽ ചേർക്കാറില്ല. എൻ്റെ നാച്ചുറലായിട്ട് ഞാൻ എത്ര വെട്ടിക്കളഞ്ഞാലും എൻ്റെ മുടിക്ക് ലെങ്ത്ത് വെക്കും. ഇപ്പം പക്ഷേ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ ടൈം തൊട്ട് എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി എത്ര ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഏത് ലെങ്ത്തിലാണോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നത് ആ ഒരു ലെങ്ത്തിൽ തന്നെ മുടി കുളിച്ചിട്ട് വരും. ഉള്ളു മാത്രം അങ്ങനെ വെക്കാറില്ല. ഇപ്പം ഉള്ളെല്ലാം കൊഴിഞ്ഞു പോവാണ്. അപ്പോൾ ലെങ്ത്ത് വെക്കും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് താഴ്ന്ന വരുന്ന സമയത്ത് നമ്മളിതുപോലെ ചെമ്പരത്തിത്താളി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചെമ്പരത്തിത്താളി കിട്ടാത്തതുകൊണ്ട് ധാത്രിയുടെ ഷാമ്പു ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാത്രിയുടെ ഷാമ്പു ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ചോദിച്ചിട്ടുള്ളത് വൈക്ക വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിനകത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, യൂട്യൂബ് ഇൻകം ഉണ്ടോ? എനിക്ക് ഇതുവരെ യൂട്യൂബിൽ ഇൻകം കിട്ടിയിട്ടില്ല. നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. ഹാഫ് മോണിറ്റൈസ്ഡിനായിട്ടുണ്ട്, അല്ലാതെ മറ്റേ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടില്ല. അങ്ങനെ എനിക്ക് യൂട്യൂബ് ഇൻകം ഇതുവരെ കിട്ടിയിട്ടില്ല. ഫാദർ ജോബ്, അച്ഛൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരം മുറിക്കുന്ന ജോലിയാണ്. മരമൊക്കെ മുറിക്കുന്ന ജോലിക്കാണ് എൻ്റെ അച്ഛൻ പോകുന്നത്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ഇടയ്ക്ക് തൊഴിലുറപ്പിനൊക്കെ പോകാറുണ്ട്. ചേട്ടൻ ടൊയോട്ടയുടെ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജോലി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബികോം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബികോം കഴിഞ്ഞിട്ട് ഞാൻ PSCയുടെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ചില കാരണങ്ങളായിട്ട് നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ ചേച്ചി അവിടെ നിന്ന് മാത്രം വീഡിയോയും ഫോട്ടോയും എപ്പോഴും എടുക്കുന്നത്
എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല. അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ വെട്ടം കിട്ടുന്ന മാതിരി തോന്നുന്നത് വീഡിയോയ്ക്ക്. വേറെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നങ്ങൾ, അതുപോലൊക്കെ വെട്ടമില്ലാത്തത് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ ഒരു ഡോറിൻ്റെ അവിടെ വെച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് വെട്ടമൊക്കെ കിട്ടിയിട്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴാണ് ഡോറിൻ്റെ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഇവിടെ ഈ ഒരു റൂമിനകത്ത് വെച്ചിട്ടാണ്. എനിക്ക് ഇവിടെ വെച്ചിട്ട് എടുക്കുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി വെട്ടമൊക്കെ തോന്നിക്കാറുണ്ട്. പിന്നെ താഴെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് എടുക്കുമ്പോഴും കുറച്ച് ക്ലാരിറ്റിയും വെട്ടമൊക്കെ തോന്നിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ എൻ്റെ അടുത്ത് വെച്ചിട്ട് എടുക്കുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് റൂം ടൂറാണ്. റൂം ടൂർ ഞാൻ ചെയ്യാറ്. ഞാനൊരു റൂം മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും റൂം ടൂർ ഞാൻ ചെയ്യാവേ. പിന്നെ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. വെയിറ്റിൻ്റെ ഞാൻ വെയിറ്റ് ലോസ് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ വെയിറ്റ് ഇപ്പോൾ പറയുന്നില്ലേ. പിന്നെ ദീർഘാണെന്ന് പറയുന്നൊരു മൂഡ് ചോദിച്ചിട്ടുണ്ട്. 2025 നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം, ചേച്ചിയുടെ ഡ്രീം എന്താണ്? 2025 നേടണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട്, അതുപോലെ നമ്മുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമോയെന്ന് അറിയത്തില്ല. എന്നാലും ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോടെ. അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ടീച്ചിങ് മേഖലയിലേക്ക് കടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ചേച്ചിയുടെ ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡ്രീം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. എനിക്ക് ഒരു ജോലി, അത് ടീച്ചിങ് ജോലി തന്നെ വേണമെന്നൊരു ആഗ്രഹമുണ്ട്. വാശിയൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് അങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ അത് നടക്കുമെന്ന് അറിയത്തില്ല, എന്നാലും അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഒരു ഡ്രീം. എനിക്കൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയൊക്കെ ഇങ്ങനെ പൊന്നുപോലെ നോക്കണം. എല്ലാം പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കണം, എന്നിട്ട് അച്ഛനെയും അമ്മയൊക്കെ ഇങ്ങനെ പൊന്നുപോലെ നോക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അവരൊരു കടം കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് ഇരിക്കുന്നതൊക്കെ കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. ഒരു ജോലി വാങ്ങിക്കുക, നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് അച്ഛനെയും അമ്മയൊന്നും പണിക്ക് പോകാതെ ഇരിക്കുക. അതുപോലെ അവർ കടമുണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ എന്ന് വെച്ചിട്ടൊന്ന് ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാതെ, ടെൻഷൻ അടിച്ച് കിടന്നുറങ്ങാതെ സന്തോഷമായിട്ട് ഒരു ഇതും ബാധ്യതകളും ഇല്ലാതെ സന്തോഷമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണണം. അതാണ് അങ്ങനെ അങ്ങനെ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അവർ സന്തോഷമായിട്ട് ഒന്നിനെക്കുറിച്ചും ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങുന്നത് കാണണം. നമ്മളെ കൊണ്ട് അതിന് പറ്റണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ ലോലിപോപ്സ് എന്ന് പറയുന്നൊരു ഐഡിയ ചോദിച്ചിട്ടുള്ളതാണ്. ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കോഴ്സ് ഏതാണ് പഠിക്കുന്നത്? ഞാൻ ആ ടൈമിൽ പഠിച്ചുകൊണ്ടിരുന്നത് BSc ആണ്. ഇപ്പം അങ്ങനെയൊന്നും പഠിക്കുന്നത്. ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ടീച്ചിങ് ആണ് എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത്. ഇങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറാവണം, അതാണ് എൻ്റെ ആഗ്രഹം. എനിക്കല്ലാതെ വലിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്നോട് താല്പര്യമില്ല. എനിക്ക് കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാവാനാണ് ആഗ്രഹം. പിന്നെ ഹെയർ ഗ്രോത്ത് ടിപ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ മുടി എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുടി എടുത്തിട്ട് താഴെ ഇങ്ങനെ ചീകി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഒരുപാട് ഉടക്ക് വരത്തില്ല, മുടിയൊന്നും പൊട്ടിപ്പോകത്തില്ല. മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറയും. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് മുടിയൊക്കെ മെടഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്ന ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് വരും. അതുപോലെ നമ്മൾ കുറച്ച് ഇങ്ങനെ പല്ലകളുള്ള ചീപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഉടക്ക് പിടിച്ച് പൊട്ടിപ്പോകുന്നത് കുറച്ചും കൂടെ ഒന്ന് കുറയും. അതുപോലെ നമ്മൾ കിടക്കുന്ന സമയത്ത് മുടി മെടഞ്ഞിടുവോ അല്ലെങ്കിൽ ഹെയർ ബണ്ണ് കെട്ടിയിട്ട് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഉരസി പൊട്ടുന്നത് അങ്ങനെയൊക്കെ കുറയും. പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അത് ഏറ്റവും കൂടുതൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അതൊക്കെ ഹെയർ ഗ്രോത്ത് ടിപ്സ് ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ താരം വരുന്ന സമയത്ത് ഞാൻ ചെമ്പരത്തിത്താളി യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. ഹോം ടൂർ എനിക്ക് എടുത്തു തരാൻ ആരുമില്ലാത്തതുകൊണ്ടാണ് ഈ ഹോം ടൂർ ഇത്രയും ഡിലേ ആകുന്നത്. അപ്പോൾ അധികം വൈകാതെ ഹോം ടൂർ ഇടാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഹോം ടൂർ എടുക്കാം. എൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡ്രീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മ, ഇപ്പം ഞാൻ ഒരു സാധാരണ ഫാമിലിയിൽ പെട്ട ഒരാളാണ്. അപ്പം അവർ ഒരു കടം ബാധ്യതകൾ ഒന്നുമില്ലാതെ അവരിപ്പം കടത്തെ പറ്റിയിട്ട് ബാധ്യതകളെ പറ്റിയിട്ട് ചിന്തിക്കാണ്ട് അവർ സമാധാനത്തിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് എനിക്ക് കാണണം. അപ്പം അവരെ എങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഉറക്കാൻ പറ്റണം. ഒരു കടങ്ങളില്ല, ഒരു ബാധ്യതയില്ല.
അങ്ങനെ നാളത്തെക്കുറിച്ച് ഒരു ടെൻഷൻ അടിക്കാത്തൊരു ലൈഫ് അവർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്, അത് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് നിഷാൽ കെ എന്ന് പറയുന്നൊരു അക്കൗണ്ടിനാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് യുവർ ഫ്യൂച്ചർ പ്ലാൻ, അതുപോലെ ഫാമിലി ആരൊക്കെയുണ്ട്, മാരീഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടോ, ഞാൻ പ്രത്യേകിച്ചൊരു പ്ലാനും ഇല്ലാതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. കാരണം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെല്ലാം 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. 8 അല്ല 16ാം നിലയിലായിരിക്കും പൊട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം 8 നിലയിലല്ല 16ാം നിലയിലാണ് പൊട്ടിയിട്ടുള്ളത്. അത് കാരണം ഒരു പ്ലാനും ഇല്ലാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫ്യൂച്ചർ പ്ലാന്. പിന്നെ ജോലിയൊക്കെ വാങ്ങിക്കണം അങ്ങനെയൊക്കെ ഉണ്ട്. ഫാമിലി ആരൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മാരീഡ് ആണോ? അല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല. പിന്നെ അവന്യ എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് ചേച്ചി യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ഫോണിൽ തുടങ്ങി, ബട്ട് കറക്റ്റായിട്ടല്ല തുടങ്ങിയത്. എനിക്ക് യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫോണിൽ എൻ്റെ ഇപ്പോഴത്തെ നമ്പർ ഇമെയിൽ ID കൊണ്ട് വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുമോ? ചേച്ചി ഒരു വ്ലോഗിൽ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങും അത് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പറയാമോ? നമുക്ക് ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു ചാനലേ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് 2 ഇമെയിൽ ID സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 2 ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. 2 കൂടുതൽ ഇമെയിൽ ID നമ്മൾ ഒരു നമ്പറിനകത്തൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും 2 അക്കൗണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു ഇമെയിൽ ID വെച്ചിട്ട് ഒരു ചാനലേ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുള്ള ജുണ്ണ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്തൊക്കെയാണ്. ഞാൻ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ കുറച്ച് താമസിച്ചിട്ട് എണീക്കുന്ന ആളാണ്. അപ്പം ഇനിയും തൊട്ട് രാവിലെ എണീക്കണം, നേരത്തെ എണീക്കണം, ഒരു 6 മണിക്കൊക്കെ മുന്നേ എണീക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാന്. അത് ആദ്യത്തെ കുറച്ച് നാൾ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ ഞാൻ രാവിലെ എണീക്കുമായിരുന്നു, ഒരു 5:30 സമയത്ത് എണീക്കുമായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒന്നാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനാണ്, നേരത്തെ എണീക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര മടിയാണ്. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പോൾ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിരുന്നുണ്ടെങ്കിൽ വേണ്ട നാളെ എടുക്കാം, അല്ല മറ്റന്നാൾ എടുക്കാം. ഇപ്പോൾ ഇന്നെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെടുക്കാൻ നിൽക്കാൻ ഞാൻ നാളെ എടുക്കാം, നാളെ എടുക്കാൻ പോകും മറ്റന്നാൾ എടുക്കാം. അങ്ങനെ ഒരു മടി എനിക്കുണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം ആ ഒരു മടി മാറ്റണം എന്നാണ് ഞാൻ രണ്ടാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്ത് കാര്യമാണെന്ന് തോന്നുമ്പോൾ സ്പോട്ട് ചെയ്യുക, സ്പോട്ട് ചെയ്ത് പോവുക എന്നുള്ളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അങ്ങോട്ട് സെറ്റായില്ല ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലും ഞാൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് കാര്യത്തിലാണെങ്കിലും. അതുപോലെ എനിക്ക് എപ്പോഴും എൻ്റേന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് ഭയങ്കരമായ സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന ആരെങ്കിലും സ്നേഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമമല്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. ചില ആൾക്കാരാണ് എങ്ങനെ പറയുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അങ്ങനെ എടുത്തു പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ ചേട്ടന്മാർ, അപ്പോൾ എൻ്റെ ചേട്ടന്മാരെ വേറെ ആരെങ്കിലും ഒരു സഹോദരി എന്ന നിലയിൽ എന്നേലും കൂടുതൽ സ്നേഹിക്കുന്ന കാണുമ്പം, അല്ലെങ്കിൽ അവരെന്നേലും കൂടുതൽ അവരെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, അങ്ങനെ സ്നേഹിച്ചിട്ടുള്ളതല്ല, അപ്പം അങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ആരേലും എന്നല്ല, ഒരു സഹോദരി എന്ന നിലയിൽ എന്നെക്കാളും കൂടുതൽ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടോ, അവർ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായ സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്ന ആ ഒരു സാധനം അത് ശരിയല്ല എന്ന് എനിക്കൊരു ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വഭാവം ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനകത്ത് ഏറ്റവും മെയിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നെക്കാട്ടിലും കൂടുതൽ വേറെ ആരെയും സ്നേഹിക്കരുത്, ഞാൻ സ്നേഹിക്കുന്ന പോലെ അവരെ വേറെ ആരും സ്നേഹിക്കരുത് എന്നുള്ളൊരു ശരിയല്ലാത്തൊരു മൈൻഡ്, സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വാർത്ഥത എങ്ങനെയെങ്കിലും മാറ്റണം. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാധനം. പിന്നത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ഫുൾ ടൈം ഇങ്ങനെ മല്ലു എക്സ്പ്ലെയിനർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, നമ്മുടെ സിനിമയുടെയൊക്കെ കഥ പറയുന്നത്. അപ്പോൾ ആ ചാനലിനകത്ത് ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ചാനലും കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ലോസ്റ്റ്, സ്ട്രേഞ്ചർ തിങ്സ്, അണ്ടർ ദി റൂംസ്,
100 Roads അങ്ങനെ ഒരുപാട് വെബ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ദിവസത്തിനകത്ത് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഈ പരിപാടിയായിരുന്നു. ഇപ്പോൾ രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും അപ്പം ഇങ്ങനെ ഞാൻ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫോണിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഇങ്ങനെ സീരീസ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഫോണിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കണം, അങ്ങനെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏറെക്കുറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കുറച്ചൊന്നും നടന്നിട്ടില്ല. നാളെ തൊട്ട് ഡയറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ വിചാരിക്കും അത് നാളെ വേണ്ട, അടുത്ത തിങ്കളാഴ്ച തൊട്ട് അല്ലെങ്കിൽ ബുധനാഴ്ച തൊട്ട് ആ ഒരു സ്വഭാവം എന്നത് മാറ്റണം എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണോ എന്ന് എനിക്ക് ചോദിക്കാം. നമുക്കിതൊക്കെ ഉള്ളൂ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ യാര ക്രിയേറ്റ്സ് ആണ്. അതെൻ്റെ ഫ്രണ്ടാണ്. നല്ല പേര് നന്ദന എന്നാണ്. അപ്പോൾ അവൾ ചോദിച്ചിട്ടുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്? യുവർ ഫ്രണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഭയങ്കരമായിട്ട് പുച്ഛിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം കോളേജിൽ വെച്ചിട്ടാണെങ്കിലും ചില മിസ്സുമാരാണെങ്കിലും ശരി, അല്ലാത്ത പുറത്തുനിന്നുള്ള ചില ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ചില ഫ്രണ്ട്സ് ആണെങ്കിലും അപ്പം കുറച്ചധികം ആൾക്കാർക്ക് ചില പുച്ഛം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു. ഞാൻ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കോളേജിലൊക്കെ ചില ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചില ഫ്രണ്ട്സ് എന്നോട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ നീ എന്തോ ഈ കാണിക്കുന്ന യൂട്യൂബിൽ, നീ എന്തോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന അയ്യേ അങ്ങനൊക്കെ രീതിയിൽ. അവതാറിൻ്റെ വീഡിയോ എൻ്റെ പഴയ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായി. അവതാറിൻ്റെ മേക്കപ്പൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ കുറേ ആൾക്കാർ ഭയങ്കര കളിയാക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ എന്താ ഇവളെന്തോ യൂട്യൂബിൽ കാണിക്കുന്നത്, ഇവളെന്തോ യൂട്യൂബിൽ ഇടുന്നത്, യൂട്യൂബിലൊക്കെ ആയിരുന്നു ഈ വീഡിയോ ഇടുന്നത്, അങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചില ആൾക്കാർക്കൊക്കെ എന്തോ ഭയങ്കരമായിട്ടൊരു പുച്ഛം എൻ്റെ അടുത്തുണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് അത് ആരാണ് എന്താണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. ചില ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഭയങ്കരമായൊരു പുച്ഛവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് എന്നെ ഈ പുച്ഛിച്ച ആൾക്കാരും എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള ആൾക്കാരും, ഇപ്പം ഏതൊരു കാര്യത്തിനാണെങ്കിലും എന്നെ മാറ്റി നിർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ എന്നെ പുച്ഛിച്ചിട്ട് ചിലപ്പോൾ ഇവളോ എന്നുള്ള രീതിയിൽ എന്നെ പുച്ഛിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുച്ഛിച്ച ടൈമിലായാലും നമ്മളിങ്ങനെ മാറ്റി നിർത്തിയ ടൈമിലാണെങ്കിലും എനിക്ക് ഭയങ്കര, ഇപ്പം ഏത് കാര്യത്തിനായാലും ഞാനിപ്പോൾ ഒരു കാര്യം തന്നെ ടാർഗറ്റ് ചെയ്തിട്ടല്ല പറയുന്നത്, ഏത് കാര്യത്തിനാണെങ്കിലും എന്നെ മാറ്റി നിർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് ഭയങ്കര പുച്ഛം കാണിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും ഞാൻ ഈ ഒരു ചാനൽ ലിറ്റിൽ ബോയ് എന്നുള്ള നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാളകം തന്നെ നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ നമ്മൾ 10K അടിച്ച സമയത്തൊക്കെ പല ആൾക്കാരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ 10K അടിക്കും, അല്ല ഞാൻ 1K അടിക്കുമെന്നും ചില ആൾക്കാരൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചില ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ 10K അടിക്കുമെന്ന് പോയിട്ട് 1K അടിക്കുമെന്ന് പോലും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 1K ഒക്കെ അല്ല 10K ഒക്കെ അടിച്ചല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കോളേജിലൊക്കെ ചെന്നിട്ട് ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യാത്ത പല ആൾക്കാരും വരെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് സക്സസ് എന്നല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു 10K ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് തന്നെ എന്നെ പുച്ഛിച്ചാൽ എന്നെ ഇതാക്കി മാറ്റി നിർത്തിയ പല ആൾക്കാരും തന്നെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ പ്രവീണ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാറുണ്ടല്ലോ, ഞങ്ങൾ കാണാറുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പ്രവീണയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും. അയ്യോ ഇങ്ങനെ ഒരാൾ വീഡിയോ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാനിങ്ങനെ വരും എന്നുള്ളൊരു സാധനം. അത് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ ആകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പല ആൾക്കാരെ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, യൂട്യൂബറാണ്, യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാറുണ്ടെന്നൊക്കെ.
അപ്പം അതെനിക്കൊരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നി നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. കാരണം നമ്മളെ കുറിച്ച് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. യൂട്യൂബിൻ്റെ പേരിലാണെങ്കിലും അല്ലാതാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് പുച്ഛിച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അയ്യോ ഇത് അവർ നമ്മളെ ആ പുച്ഛിച്ച് മാറ്റി നിർത്തിയെടുത്തോളം അവർ നമ്മളങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാറുണ്ട്. പ്രവീണയുടെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അത്രയും ഇതാക്കിയ ആൾക്കാർ അവർ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർ തന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താ ഇങ്ങനെ നമ്മളെ പറ്റിയിട്ട് നമ്മളിൽ അവർക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു സന്തോഷം. അങ്ങനെ എന്നെ ഒരുപാട് തള്ളി പറഞ്ഞ പല ആൾക്കാരും ഇങ്ങനെ യൂട്യൂബിൽ കയറി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, നിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. പണ്ട് പല ആൾക്കാരും എന്നെ കാണുന്ന സമയത്ത് ഇപ്പം നേരെ ഇങ്ങനെ നടന്നു വരികയാണെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫോണിൽ നോക്കിയിട്ട് പോകും, നമ്മളെ നടന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ആ ആൾക്കാർ വരെ ഇപ്പം വെച്ചിട്ട് ഞാനെന്തോ വലിയ സംഭവമായി എന്നുള്ള രീതിയിലല്ലടാ പറയുന്നത്. എനിക്കുണ്ടായ എൻ്റെ ലൈഫിൽ വന്നൊരു ചേഞ്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പല ആൾക്കാരും നമ്മളിപ്പോൾ കാണുമ്പോൾ ദൂരേന്ന് കാണുമ്പോഴേ ആ പ്രവീണെ നീയല്ലേ എന്നുള്ളൊരു സാധനം, ആയിടി നീയല്ലേ പ്രവീണെ വെച്ചാൽ ആ ഒരു സാധനം നമ്മളെ വിളിക്കുന്നുണ്ട്, ഇപ്പം നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് ഒരിതുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ ലൈഫിൽ വന്ന ഏറ്റവും വലിയൊരു ചേഞ്ചാണ്. നമ്മുടെ ചാനൽ കാരണം എൻ്റെ ലൈഫിലുണ്ടായ ഏറ്റവും വലിയൊരു ചേഞ്ചാണ്. പല ആൾക്കാരുടെ പുച്ഛം അങ്ങ് മാറി കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ആരും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഒട്ടും ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല നീ ഞാൻ യൂട്യൂബിൽ കയറി വരും എന്ന്. അപ്പം അതാണ് അങ്ങനെ നമ്മൾ പുച്ഛിച്ച് മാറ്റി നിർത്തിയ ആൾക്കാരൊക്കെ അവർ നമ്മുടെ പേര് പറഞ്ഞിട്ട് പ്രൗഡാവുന്നൊരു സമയം എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് ഒരു എന്തോ വലിയ പ്രൗഡാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് സംസാരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ തള്ളി പറഞ്ഞു ഇപ്പം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. എനിക്കെന്ന് വെച്ചിട്ട് എന്നെ തള്ളി പറഞ്ഞതിൻ്റെ പേരിലോ അല്ല എന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയതിൻ്റെ പേരിലോ എനിക്ക് ആരെടുത്തും ഒരു ദേഷ്യമില്ല, ഒരു പ്രശ്നമില്ല, എനിക്ക് ആരെടുത്തും ഒരിതുമില്ല. അന്നേരം അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ ഇതാക്കുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലൈഫിലുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങൾ അതാണ്. പല ആൾക്കാരും എന്താ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ ഇല്ലായിരുന്നു ഒരു സമയം വരെ. നമ്മളെന്തായാലും പറഞ്ഞാലും ആരും ഇങ്ങനെ വിട്ടേക്കുന്ന പല ആൾക്കാർ ഇപ്പം നമ്മൾ പറയുമ്പം അതെ ആണല്ലേ. അപ്പം ആ ഒരു വ്യത്യാസം അവിടെ വന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെ പല ആൾക്കാരുടെയും സംസാരം കാര്യങ്ങളെല്ലാം മാറിയപ്പോൾ അത് ഒരുപാട് എനിക്ക് സന്തോഷം തോന്നി. അതാണ് നമ്മളെ യൂട്യൂബ് ചാനലോട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇതാണ്. എന്നെ കഴിഞ്ഞ പല ആൾക്കാരും എന്നിൽ പ്രൗഡാവുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ വലിയൊരു സന്തോഷം ആണ്. ഞാൻ വലിയ ആളായി എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നമ്മുടെ ചാനൽ കൊണ്ട് എനിക്ക് അങ്ങനൊരു ഇതുണ്ടായി, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്തോന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് അവിടെ ഉണ്ട്. അത്ര എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റുന്നുള്ളൂ. അതുകൊണ്ടുതന്നെ ഞാൻ കോളേജിലൊക്കെ പഠിച്ച സമയത്താണെങ്കിലും സ്കൂളിൽ പഠിച്ച സമയത്താണെങ്കിലും അപ്പം കോളേജിൽ പഠിച്ച സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. കോളേജിൽ പഠിച്ച സമയത്താണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇടുന്ന കാര്യം കോളേജിൽ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ചില വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തി എനിക്ക് നല്ലത് ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തത്. ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ വീഡിയോസിനൊന്നും വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. ഞങ്ങളുടെ ചാനലിനകത്തിൽ ഞാൻ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് കിട്ടിയത് 400 സംതിങ് സബ്സ്ക്രൈബേഴ്സ്. അതൊന്നും അറിയാവുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. എനിക്ക് തന്നെ കിട്ടിയത് 400 സംതിങ്ങാണ്. അപ്പം നീയൊക്കെ ചാനൽ തുടങ്ങിയിട്ട് എന്ത് കാര്യത്തിനാണ്? നിനക്കൊന്നും ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ആകത്തില്ല, നിൻ്റെ വീഡിയോസൊന്നും ആരും അങ്ങ് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തി. അപ്പം അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നമ്മളിങ്ങനെ 33K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ 33K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ എന്നെ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ അവർക്ക് തന്നെ തുടങ്ങിയിട്ട് 400 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ.
അപ്പോൾ നീയൊക്കെ തുടങ്ങിയിട്ട് എന്തോ കാര്യത്തിൽ ഞങ്ങൾക്ക് പോലും കിട്ടുന്നില്ല, അപ്പോൾ നിനക്കാണോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്, നിനക്കാണോ അപ്പോൾ വ്യൂ കിട്ടുന്നതെന്ന് ചോദിച്ച ആൾക്കാരുടെ അടുത്ത്, അപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ച ആൾക്കാർ, വ്യൂ ഒക്കെ നിനക്ക് കിട്ടുമോ, സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പോൾ നിനക്ക് കിട്ടുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാരുടെ മുന്നിൽ നമ്മളിപ്പോൾ 33K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലിനകത്തിലുണ്ട്. ഒരുപാട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്നെ ഒരു ദിവസം എൻ്റെ വീഡിയോ ഒരു ദിവസം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് മെയിൽ വരാറുണ്ട്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി വരാറുണ്ട്. കമൻറ്റ് ഇട്ടാണെങ്കിലും ചോദിക്കാറുണ്ട്, മോളെ നീ എവിടെയാണ്, നീ എന്താ വീഡിയോ ചെയ്യാത്ത, പ്രവീണ എന്താ വീഡിയോ ചെയ്യാത്ത, അല്ല ചേച്ചി എന്താ വീഡിയോ ചെയ്യാത്ത, ചേച്ചിയുടെ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പോൾ ഞാനൊരു മാസത്തോളം വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടായിരുന്നു. ചില ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം ആ ഒരു ടൈമിലാണെങ്കിലും എനിക്ക് തുരുതുരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടും എനിക്ക് തിരിച്ച് വരാനൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ്. എന്നെ സ്നേഹിക്കുന്ന ഇത്രയും പേരുള്ളപ്പോൾ ഞാൻ എന്തിനാണ് നിർത്തിയിട്ട് പോകുന്നത്? ആ ഒരു സാധനം നമ്മളെ കാണാൻ ഒരു 10 പേരെങ്കിൽ 10 പേരവിടെ ഉണ്ടല്ലോ, ആ ഒരു ഇതിലാണ് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് 13 ഗെയിം സംതിങ് ഉള്ള സമയത്താണ് ഞാൻ യൂട്യൂബ് നിർത്തി പോകുന്നത്. അപ്പം ഞാൻ വന്നിട്ടാണ് എനിക്കിപ്പോൾ ഒരു എത്രയായിരിക്കും കൂടിയിട്ടുണ്ടായിരുന്നത്. പോയാലും ഒരു 10-20K എങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഞാൻ പോയിട്ട് വന്ന് ഞാൻ ചാനൽ നിർത്തിയിട്ട് തിരിച്ചു വന്ന ടൈമിലാണ് എനിക്കിപ്പോൾ ഒരു 10-20K, കുറഞ്ഞത് എൻ്റെ ചാനൽ ഒരു 10-20K സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമ്പോൾ അതിനൊരുപാട് സന്തോഷമുണ്ട് എനിക്ക്. നിങ്ങളുടെ സപ്പോർട്ടില്ലെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ എത്ര പറഞ്ഞാലും തീരാതെ അത്രയും നന്ദി എനിക്ക് എല്ലാവരുടെ അടുത്തുമുണ്ട്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ മാറ്റങ്ങൾ തന്നെ മതിയല്ലോ. ഇത്രയും വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇത് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയോ കണ്ടു. അപ്പോൾ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഈ ഒരു പോസ്റ്റിനിടയിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മേഘ മനോജ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുവാണോ, ഇപ്പോൾ എന്താ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 മാസത്തിന് മുമ്പാണ് ചോദിച്ചത്. ഇപ്പം ഞാനൊന്നും പഠിക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഞാൻ വീട്ടിൽ തന്നെയാണ്. ചില ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്. അപ്പം ഒരു മെയ് ജൂൺ ആ ഒരു ടൈമിലേക്ക് എന്തെങ്കിലുമൊക്കെ കോഴ്സ് കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം മെയ്യിലോ ജൂണിലോ എന്തെങ്കിലും കോഴ്സിനൊക്കെ കയറാനായിട്ട്. ഇതിനകത്ത് ഈ ഒരു പോസ്റ്റിനടിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് റാൻഡമായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ ഏത് ഫോണാണ് വീഡിയോ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഇപ്പോൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണ് ഇത് Realme 12 Pro ആണ്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നിങ്ങളിപ്പം വീഡിയോ എടുക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളെ കൊണ്ട് ഭയങ്കര ബഡ്ജറ്റ് ഇല്ല എന്നാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ്, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു ഫോൺ നല്ലതാണ്. ഭയങ്കരമായിട്ട് ഇതാണെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ല, നമ്മളുടെ ഈ വലിയ ബഡ്ജറ്റൊന്നും ഇല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നല്ലതാണ്. അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളൊരു വലുതായിട്ട് ബഡ്ജറ്റൊന്നും ഇല്ല, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഫോൺ Realme 12 Pro ആണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഫോണ്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിനകത്തിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് CapCut ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നതേ ഉള്ളൂ. CapCut ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോസിനകത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഞാൻ പറയുന്നതിനകത്ത് കൂടുതലും പൊട്ടത്തെറ്റ് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ നാക്ക് പൊളിഞ്ഞ് ഞാൻ വേറെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞു പോകുന്നത്. അങ്ങനെ വരുന്നൊരു പോർഷൻ മാത്രം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെക്കും. അല്ലാണ്ട് എൻ്റെ വീഡിയോയ്ക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിങ്, ഇപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടാലും നിങ്ങൾക്കറിയാം, ഞാനിങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് വേണ്ട കുറച്ച് പോർഷൻസായിട്ട് കട്ട് ചെയ്ത് വെക്കും. ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇൻഷോട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിപ്പം റീസെൻ്റായിട്ട് നമ്മുടെ മലയാളത്തിൽ എഴുതിയിട്ടിടുന്നുണ്ട്, അതെങ്ങനെയാണ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു TND വ്ളോഗ്സോ അങ്ങനെയാണ് തോന്നുന്നത് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ഒരു ചേച്ചി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ചേച്ചി ഇങ്ങനെ അങ്ങനെ എഴുതിയിട്ട് ഇടുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസമായിരുന്നു ആ ഒരു ചാനലിനകത്ത് ഇങ്ങനെ എങ്ങനെ എഴുതിയിടാം എന്നുള്ളൊരു സാധനം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് എങ്ങനെ എഴുതിയിടാമെന്ന്. അപ്പോൾ അതിൻ്റെ ആപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ആ ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് എഴുതുക.
നമ്മൾ അവർക്ക് കോപ്പി അടിച്ചെടുത്താണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പറയാത്തത്. ഈ ഒരു ഫോണിനകത്തിൽ ആ ഒരു ആപ്പില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇനി കയറ്റാനായിട്ട് നിൽക്കണം. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഞാൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിൽക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാവേ. പിന്നെ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ജാസ്മിൻ ജാഫറിൻ്റെ പോലാണല്ലോ ഇരിക്കുന്നതെന്ന്. എടാ എനിക്ക് യൂട്യൂബിൽ വന്ന ടൈമിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഡിസ്ക്രിപ്ഷനകത്ത് എന്തിടണമെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ ചാനലിനകത്തിലൊക്കെ ഇങ്ങനെ കയറി നോക്കി, അവരൊക്കെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ട് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കുറേയൊക്കെ കണ്ടു. അപ്പം എനിക്ക് ആ കണ്ടതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ജാസ്മിൻ ചേച്ചിയുടെയാണ്. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ഗൂഗിളിനകത്ത് കൊണ്ടിട്ട് കോപ്പി ആക്കി എടുത്തിട്ട് നമ്മുടെ ചാനലിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അവിടെ ചില മാറ്റങ്ങൾ എൻ്റേതായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഇമെയിൽ ID മാറ്റി, പേര് മാറ്റി, എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല, ഓൺലി യൂട്യൂബ് എന്നുള്ള സാധനമാക്കി. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ സംശയിക്കേണ്ട, ജാസ്മിൻ ജാഫറിൻ്റെ തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അറിയത്തില്ല അതിൽ എന്തിടണം